ഇപ്പോൾ ബേബി മൂൺ ആഘോഷത്തിൽ തിളങ്ങി നിൽക്കുന്ന താരപുത്രിയും താരപുത്രന്റെയും വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. പറഞ്ഞു വന്നത് കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണയും അശ്വിനും തമ്മിലുള്ള വിശേഷം തന്നെയാണ്. ദിയ ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോൾ തന്നെ ആ താരകുടുംബത്തിലേക്ക് എത്തുന്ന താരക്കുട്ടിയെ നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ. എന്നാൽ അക്കൂട്ടത്തിൽ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ കാണുന്നത് അശ്വിന് വേണ്ടി സർപ്രൈസ് ഒരുക്കിയിരിക്കുന്ന ദിയയെ തന്നെയാണ്. അതും മോൾദീവ്സിൽ. ഇവരിപ്പോൾ ബേബി മൂൺ ആഘോഷത്തിലാണ്. എന്നാൽ അതിനിടയിൽ അശ്വിൻ്റെ പിറന്നാൾ വന്നപ്പോൾ തന്നെ ദിയ അവിടെ വെച്ച് സർപ്രൈസ് ഒരുക്കിയിരിക്കുകയാണ്. അശ്വിൻ ഇത് കണ്ടപ്പോൾ തന്നെ ഞെട്ടി എന്നാണ് പറയുന്നത്. അപ്പ എന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിനെ അശ്വിനെ കൊണ്ട് വിളിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അപ്പയ്ക്ക് അപ്പയാകാൻ പോകുന്നവന് ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിയയും എത്തിയത്. സോഷ്യൽ മീഡിയ പോസ്റ്റ് പോലും അങ്ങനെയായിരുന്നു. ഈ ബേബി മൂണിനിടയിൽ അറിയാത്ത സ്ഥലത്ത് ചെന്ന് ദിയ ഇത്രയും വലിയ സർപ്രൈസ് ഒരുക്കിയല്ലോ എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. അതും നിറവയറുമായി. സമ്മതിക്കണമെന്ന് പ്രേക്ഷകർ പറയുന്നു. അശ്വിൻ്റെ സഹായത്തോടെ ഒന്ന് നീങ്ങാൻ പറ്റുമോ എന്നാണ് ഞങ്ങൾ ചിന്തിച്ചത്. അതിനിടയിലാണ് അശ്വിൻ പോലും അറിയാതെ ഈ ഒരു കാര്യം ഇവർ ചെയ്തത്. ദിയെ സമ്മതിക്കണമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. അശ്വിനെ എത്രമാത്രമാണ് ദിയ സ്നേഹിക്കുന്നതെന്ന് ഇത്തരം കാര്യങ്ങളിലൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. സർപ്രൈസിലൊന്നും ഒരു കാര്യവുമില്ല, സമ്മാനങ്ങൾ നൽകുന്നതിലൊന്നുമല്ല കാര്യമെന്നൊക്കെ പറയുന്നവർ ഇങ്ങനെ മാറണം. ഇതൊക്കെ കണ്ട് പഠിക്കണമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. ഇപ്പോൾ മോൾദീവ്സിലെത്തി ഭർത്താവിന് വലിയൊരു സമ്മാനം നൽകിയിരിക്കുകയാണ്. അച്ഛനാകുന്നതിന് മുൻപുള്ള ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ ആഘോഷമാക്കണമെന്നും ഓർമ്മയുള്ളതാക്കണമെന്നും ദിയയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വലിയ സമ്മാനങ്ങൾ നിറച്ചൊരു സർപ്രൈസ് തന്നെ മോൾദീവ്സിൽ അശ്വിന് വേണ്ടി ഒരുക്കിയത്. ഇതിന് നന്ദി പറഞ്ഞുകൊണ്ട് അശ്വിനും പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. എങ്ങനെ ഞാൻ നന്ദി പറയും? നീ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തത് കണ്ണമ്മ? ഇങ്ങനെ ചോദിച്ചാണ് അശ്വിനും എത്തുന്നത്. അശ്വിൻ്റെ സ്നേഹം കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ഇവർ തമ്മിലുള്ള സ്നേഹബന്ധത്തെക്കുറിച്ചും മനസ്സിലാകുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആരാധകരും അതിവേഗം തന്നെയാണ് ഈ വാർത്ത ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്തത്. ബിക്കിനി അണിഞ്ഞുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലായിട്ടുണ്ടായിരുന്നു. ഗർഭകാല സമയത്ത് കുഞ്ഞ് ജനിക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് അച്ഛനും അമ്മയും കൂടി ഒരു രണ്ടാം ഹണിമൂൺ പോലെ പോകുന്ന കാര്യമാണ് ബേബി മൂൺ എന്ന് പറയുന്നത്. പുറം രാജ്യങ്ങളിലെല്ലാം തന്നെ പണ്ട് മുതലേ ഇത് ആഘോഷിക്കുമെങ്കിലും ഇപ്പോഴാണ് ഇവിടെയുള്ളവരും ആഘോഷിക്കുന്നത്. ഇപ്പോൾ ബേബി മൂൺ ആഘോഷത്തിലാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ദിയയുടെയും അശ്വിൻ്റെയും വിശേഷങ്ങൾ കാണുന്നവരെല്ലാം ആഘോഷമാക്കുന്നത്. ബേബി മൂൺ ആഘോഷിക്കുന്ന ദിയയ്ക്കും അശ്വിനും ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ അശ്വിന് പിറന്നാൾ ആശംസകളും ഇവർ അയക്കുന്നുണ്ട്. കണ്ണമ്മ എന്തു ചെയ്താലും എനിക്കത് ഓക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എത്തുന്നത്. ഇപ്പോഴിത് അശ്വിൻ്റെ പിറന്നാൾ ആഘോഷ വിശേഷങ്ങളുമായി എത്തിയിരിക്കുകയാണ്. അശ്വിന് ദിയയ്ക്ക് അത്ര സ്നേഹമില്ല, അശ്വിനാണ് ദിയയോടുള്ള സ്നേഹം കൂടുതൽ. ഇങ്ങനെയൊക്കെ പലരും കുറ്റപ്പെടുത്തി എത്താറുണ്ട്. എന്നാൽ അവരൊക്കെ ഇത് കാണണം. അശ്വിനെ എത്രമാത്രമാണ് ദിയ സ്നേഹിക്കുന്നതെന്ന് ഇതിലൂടെ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞത് തെറ്റാണ് എന്ന് മനസ്സിലാകൂ. ഇങ്ങനെയാണ് നിരവധി പേർ കമൻറ്റ് ചെയ്ത് എത്തുന്നത്. എല്ലാവരും പറയും ദിയയ്ക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസ് ഉണ്ടെന്ന്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതലുള്ളത് ദിയയ്ക്ക് വേണ്ടിയുള്ള കമൻറ്റുകളാണ്. അതാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.